അതുപോലെ തന്നെയാണ് നമ്മുടെ കൈയും സംരക്ഷിക്കേണ്ടത്. നമ്മുടെ കൈയും ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ട് തന്നെയാണ്. അപ്പോൾ ഈ മാനിക്യൂർ ചെയ്യുന്ന വഴി നമ്മുടെ കയ്യിലെ ടാൻ മാറ്റാനും സ്കിന്നിൻ്റെ കളർ ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ ഏജിങ് ഒക്കെ ആയാൽ നമ്മുടെ കൈ റിങ്കിൾസ് വരും, അപ്പോൾ അതൊക്കെ മാറ്റാനും പിന്നെ നമ്മൾ ജോലിയൊക്കെ ചെയ്ത് നമ്മുടെ കൈ ഹാർഡായിട്ട് ഇരിക്കൊണ്ടായിരിക്കും, അപ്പോൾ അതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ കയ്യിലെ നെയിലൊക്കെ ക്ലീൻ ആക്കിയില്ലെങ്കിൽ കുഴിനകം വരാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വരാതിരിക്കാൻ വേണ്ടി ഈ മാനിക്യൂർ ചെയ്യുന്ന വഴി നമുക്ക് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ മാനിക്യൂർ ചെയ്യുന്നതെന്ന് നോക്കാം. കമോൺ. ഇവിടെ മാനിക്യൂർ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത് ഇളം ചൂടായ വെള്ളമാണ്. അതിലോട്ട് ഞാൻ ഒരു നാരങ്ങയുടെ പകുതി നീര് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ചെറിയ നാരങ്ങയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ നാരങ്ങയും പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഷാമ്പു ആണ്. ഒരു 2 ടേബിൾ സ്പൂൺ ഷാമ്പു ഒഴിച്ചു കൊടുക്കണം. ഞാൻ അളന്ന് ഒഴിച്ചിട്ടില്ല, ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി കുറച്ച്. അതിനുശേഷം നിങ്ങളുടെ കയ്യിൽ നെയിൽ പോളിഷ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്തിട്ട് വേണം മാനിക്യൂർ ചെയ്യാൻ വേണ്ടി. ഞാനങ്ങനെ 2 കൈയും ആ വെള്ളത്തിലോട്ട് മുക്കി വെച്ച് കൊടുക്കുകയാണ്. ഇതിനി നമുക്ക് 15-20 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഇത് എടുക്കാം. ഇപ്പം ഞാൻ 20 മിനിറ്റോളം വെച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് കൈ വാഷ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഇതുപോലത്തെ നെയിൽ കട്ടറിൽ നമുക്ക് നെയിലൊക്കെ ഷേപ്പ് ചെയ്യാനുള്ള ഭാഗം കാണും. ആ ഭാഗം വെച്ച് നിങ്ങളുടെ നെയിലൊക്കെ ഷേപ്പ് ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെ ഷേപ്പ് ചെയ്യുക. അതിനുശേഷം ഇതുപോലൊരു ഭാഗമുണ്ട്, ആ ഭാഗം നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. നഖത്തിലെ അഴുക്കൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എടുത്ത് കളയാൻ കഴിയും. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ മടിയാണെങ്കിൽ ഒരു ഈസി മെത്തേഡ് ഉണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരു പഴയ ബ്രഷ് എടുത്തിട്ട് അതിൽ ടൂത്ത് പേസ്റ്റ് ഇടുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇടാം. ഞാനിവിടെ കോൾഗേറ്റ് ആണ് എടുക്കുന്നത്. കോൾഗേറ്റ് എടുത്തിട്ട് ഈ നെയിലൊക്കെ നല്ലപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ റബ്ബ് ചെയ്യുന്ന വഴി നിങ്ങളുടെ നെയിലെ അഴുക്കും പോവും. അതുപോലെ തന്നെ നിങ്ങൾ നെയിൽ പോളിഷൊക്കെ ഇട്ടിട്ട് നിങ്ങളുടെ നെയിലൊക്കെ ഒന്ന് കളർ പിടിച്ചിരിപ്പുണ്ടെങ്കിൽ അത് മാറാനും ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ ഇതുപോലെ നല്ലപോലെ റബ്ബ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് വാഷ് ചെയ്തിട്ട് നോക്കുമ്പോൾ നമ്മുടെ കൈയുടെ നഖമൊക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ടാവും. നല്ല വൈറ്റ് കളർ പോലെ നല്ല ക്ലീൻ ആയിട്ടുണ്ടാവും. ഇതാണ് ഞാൻ കൂടുതലും ചെയ്യുന്ന മെത്തേഡ്. അടുത്ത് നമുക്ക് വേണ്ടത് കുറച്ച് പഞ്ചസാരയാണ്. പിന്നെ നമ്മൾ നേരത്തെ വെള്ളത്തിൽ പിഴിഞ്ഞ് നാരങ്ങയുടെ തോല് കളയാൻ പാടില്ല, അത് നമുക്ക് ഇപ്പോൾ ആവശ്യമാണ്. ആ നാരങ്ങയുടെ തോലിൽ കുറച്ച് പഞ്ചസാര മുക്കിയിട്ട് നമ്മുടെ കയ്യിൽ നല്ലപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും നല്ലപോലെ റബ്ബ് ചെയ്ത് കൊടുക്കുക, നെയിലിൽ അതുപോലെ തന്നെ എല്ലാ ഭാഗത്തും. ഇത് നമുക്ക് നമ്മുടെ കയ്യിലെ സ്കിൻ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ നെയിലൊക്കെ കുഴിനകം വരുന്നവരുണ്ടാവും, അതൊക്കെ കുറയ്ക്കാൻ വേണ്ടി ഈ നാരങ്ങ വെച്ച് ഇങ്ങനെ ആക്കുന്നുണ്ട് നല്ല യൂസാണ്. പിന്നെ ഞാൻ അതിന് ശേഷം വെള്ളത്തിൽ നല്ലപോലെ ഒന്ന് വാഷ് ചെയ്ത് കളയുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആലുവേര ആണ്. നിങ്ങൾക്ക് വീട്ടിൽ ആലുവേര ഇല്ലെങ്കിൽ ആലുവേര ജെല്ലായാലും മതി. എടുത്തിട്ട് ഒരു ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ വേണം. വെളിച്ചെണ്ണയാണ് ഞാനിവിടെ എടുക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒലീവ് ഓയിൽ എടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ എടുക്കാം. പിന്നെ ഇതിൽ മുക്കിയിട്ട് ഇത് ഞാൻ നല്ലപോലെ ഇതും 10 മിനിറ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. മസാജ് കൊടുക്കുന്ന വഴി നമ്മുടെ സ്കിന്ന് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആവാനും അതുപോലെ തന്നെ ടാനൊക്കെ മാറ്റാനും പിന്നെ നമ്മുടെ കൈയൊക്കെ ഇങ്ങനെ ജോലിയൊക്കെ എടുത്തിട്ട് ഒരുമാതിരി ഇരിപ്പുണ്ടായിരിക്കും, അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി ഈ സ്ക്രബിങ്ങിലൂടെ നല്ലതാണ്. ഇപ്പോൾ നമ്മുടെ തലയൊക്കെ മസാജ് ചെയ്യൂലേ, ആ എഫക്റ്റ് തന്നെയാണ് ഇവിടെ കൈക്കും കിട്ടുന്നത്. ഇത് ഞാൻ ഇതുപോലെ ഒന്ന് 10 മിനിറ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വെള്ളത്തിൽ ഞാൻ വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ അപ്പോൾ നമ്മുടെ പ്രോസസ്സൊക്കെ കഴിയാറായി. ഇനി നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് ഏത് നെയിൽ പോളിഷ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ബ്ലാക്ക് കളർ നെയിൽ പോളിഷാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഇട്ട് കൊടുത്ത ശേഷം എൻ്റെ കൈ ഇപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. മാനിക്യൂർ ചെയ്ത ശേഷം നിങ്ങൾക്ക് എത്രത്തോളം വ്യത്യാസം വന്നെന്ന് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. പിന്നെ അവസാനത്തെ ഒരു സ്റ്റെപ്പും കൂടെ ഉണ്ട്, ഇത് മിസ് ചെയ്യൽ. ഇത് കഴിഞ്ഞ ശേഷം നിങ്ങൾ ഏതെങ്കിലും മോയ്സ്ചറൈസർ ആയിട്ടുള്ള ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിലുള്ള ബോഡി ലോഷനോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും സ്റ്റെപ്പാണ് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ്. ചുമ്മാ പാർലറിൽ പോയി പൈസയൊന്നും കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ടാറ്റാ ബൈ ബൈ.